സമരയാത്ര ആരംഭിക്കുക. ഈ യാത്ര പ്രഖ്യാപിക്കുമ്പോൾ ഇതിലെ ഒന്നാമത്തെ ആവശ്യം നിർദ്ദിഷ്ട വന നിയമം പിൻവലിക്കുക എന്നതായിരുന്നു. യാത്ര പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഈ വന നിയമം പിൻവലിക്കുന്നതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്തു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ആവശ്യം വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുക എന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സർക്കാർ വലിയ ലാഘവത്വത്തോടു കൂടിയാണ് ഇതിനോട് പെരുമാറുന്നത്. കഴിഞ്ഞ 6-7 വർഷങ്ങൾക്കിടയിൽ 60,000-ഓളം വന്യജീവി ആക്രമണങ്ങളാണ് ഉണ്ടായത്. 1000-ലധികം പേർ കൊല ചെയ്യപ്പെട്ടു. 8,000-ലധികം പേർ ഗുരുതരമായ പരിക്കുകൾ പറ്റി. 5,000-ലധികം കന്നുകാലികളെ കൊന്നു. 10,000-കണക്കിന് ഹെക്ടർ സ്ഥലത്തെ കൃഷി മുഴുവൻ നാശമായി. ഭീതിയിലാണ് ജനങ്ങൾ, മലയോരത്തെ ജനങ്ങൾ. തിരുവനന്തപുരം വരെ, കണ്ണൂർ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ പശ്ചിമഘട്ട മലനിരകളോട് വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ഭീതിയിലാണ്. ഒരു പ്രദേശത്ത് 4-5 കടുവകൾ ഒരുമിച്ചിറങ്ങാണ്. കുട്ടികളെ സ്കൂളിൽ വിടാൻ പറ്റുന്നില്ല. പശുവിനെ കറന്ന ജീവിക്കുന്നത്, കൃഷി മുഴുവൻ നശിച്ചു. പുല്ല് പറിക്കാൻ പോകാൻ പറ്റുന്നില്ല. ഉപജീവന മാർഗമായ പശുവിനെയും ആടിനെയും കൊന്നു തിന്നാണ്. ആശുപത്രിയിൽ പോകാൻ പറ്റുന്നില്ല, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഇന്നലെ തന്നെ 48 വയസ്സുകാരിയെ കടുവ കടിച്ചു വന്നപ്പോൾ തലയുടെ ഭാഗം തലയുണ്ടായിരുന്നില്ല. ക്രൂരമായ കൊലപാതകങ്ങളാണ്. ആന ചവിട്ടിക്കൊല്ലുകയാണ്. ഇത് പരമ്പരാഗതമായി ഇതിനെ പ്രതിരോധിക്കുന്ന ചില മാർഗങ്ങളുണ്ട്. സൗരോർജ്ജ വേലി, അതുപോലെ കിടങ്ങുകൾ, ഇങ്ങനെ ഉൾപ്പെടെയുള്ള കുറേ കാര്യങ്ങൾ. അതൊന്നും കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട് ചെയ്യുന്നില്ല. ഞാൻ നിയമസഭയിൽ പറഞ്ഞു, ഇതിനുവേണ്ടി 4,000-ഓളം പേർക്ക് നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല. തുച്ഛമായ തുകയാണ് പലർക്കും നഷ്ടപരിഹാരം. ഗുരുതരമായി പരിക്ക് പറ്റിയവർക്ക് പോലും ചികിത്സ കൊടുക്കാനുള്ള സൗകര്യങ്ങളില്ല. കൃഷി നശിച്ചവർക്ക് ഒന്നും കിട്ടുന്നില്ല. അപ്പം ഇത് ഒരു പട്ടിണിയിലേക്ക് പോവുകയാണ്. ഭീതിയും പട്ടിണിയുമാണ് ഈ പ്രദേശത്ത്. അതിന് പരിഹാരം ഉണ്ടാക്കണം. 3, കാർഷിക മേഖല തകർന്നു. വിലയിടിവാണ്. വളത്തിന് വില കൂടി, അതുപോലെ കീടനാശിനികൾക്ക് വില കൂടി, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില ഇടിഞ്ഞു. ഒരു സപ്പോർട്ടും ഇല്ല. 2 ഗവൺമെൻറ് ഭാഗത്തുനിന്നുമില്ല. കേന്ദ്ര ഗവൺമെൻറ്റും വൈൽഡ് ലൈഫ് ആക്റ്റിൽ ഭേദഗതി വരുത്തണം. അതുപോലെ ബഫർ സോൺ പ്രശ്നം. കേരളത്തിൽ 29%-ലധികം വനമുണ്ട്. ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ്. ആ വനം സംരക്ഷിക്കണം, ഞങ്ങൾക്ക് ഒരു തർക്കമില്ല. പക്ഷെ വീണ്ടും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങൾ റിസർവ് ഫോറസ്റ്റായി നോട്ടിഫൈ ചെയ്യാണ്. ജനങ്ങളെ വീണ്ടും പ്രയാസപ്പെടുത്തുകയാണ്. അതിൽ നിന്ന് പിന്മാറണം. ഇടുക്കിയിൽ വന്നാൽ CHR മേഖലയിൽ പ്രശ്നം, ലാൻഡ് അസൈൻമെന്റിന്റെ പ്രശ്നം, ഇങ്ങനെ ഗുരുതരമായ വിഷയം നേരിടുകയാണ്. ആ മലയോരത്തെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് കൂടുതൽ ഇന്ററാക്ട് ചെയ്ത് ഞങ്ങൾ ഈ ജാഥ അവസാനിക്കുമ്പോൾ ഞങ്ങൾ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ളൊരു പ്രപ്പോസൽ തയ്യാറാണ്. ഗവൺമെന്റുകൾ അതിന് പരിഹാരം ഉണ്ടാക്കണം. ഞങ്ങൾ അവർക്ക് വാക്ക് കൊടുത്തിട്ടാണ് പോരുന്നത്. ഇതിന് ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കും.